അങ്ങനെ മുംബൈയിലെത്തി. അപ്പോൾ നമ്മൾ ഇന്റർവ്യൂവിന് വേണ്ടിയാണ് മുംബൈയിൽ വന്നത്. അപ്പോൾ ഞാനൊരു രണ്ടുപേരുണ്ട്. ഞങ്ങൾ അങ്ങനെ ഓലയിൽ ഓട്ടോ ഒക്കെ ബുക്ക് ചെയ്ത് നമ്മുടെ സ്ഥലത്തേക്ക് പോയിക്കൊണ്ടിരിക്കുക. അങ്ങനെ രണ്ടുപേരുണ്ട്. അങ്ങനെ അത് കഴിഞ്ഞ് രാവിലെ ആയതുകൊണ്ട് ഇവിടെ വലിയ ബ്ലോക്കൊന്നുമില്ല മുംബൈയിൽ. അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ അവിടെ എത്തി, സ്ഥലത്തെത്തി. അപ്പോൾ ഫുഡ് കഴിക്കാൻ വെച്ചൊരു വലിയ ഹോട്ടലിലേക്ക് കയറി. കുറേ സംഭവങ്ങളൊക്കെ ഉണ്ടെന്ന് വെച്ചാൽ ആകെ എന്തെങ്ങാണ്ടൊക്കെ സാധനങ്ങൾ. അതിൽ പാവ് എന്നാണ് ആ ബണ്ണിനെ പറഞ്ഞത്. പാവ് ഓംപ്ലേറ്റ് അത് കഴിച്ച്. ഇത്രയും വലിയ സിറ്റികളുടെ ബസ്സൊക്കെ പഴയ സെറ്റപ്പ്, പഴയ ബസ്. അത് കഴിഞ്ഞ് അങ്ങനെ ഇന്റർവ്യൂവിന് അവിടെ എത്തി. പക്ഷെ ഞങ്ങൾ നേരത്തെ എത്തി. അപ്പോൾ വെയിറ്റ് ചെയ്യുന്ന ഇന്റർവ്യൂവിന് തുടങ്ങാൻ വേണ്ടി ഇവിടുത്തെ ലിഫ്റ്റ് ഉണ്ട്, പഴയ ടൈപ്പ് ലിഫ്റ്റാണ്. ഇങ്ങനെ ഡോറ് തുറന്ന് നമ്മൾ കയറണം, എന്നിട്ട് ഡോർ അടക്കണം. ഇവിടുത്തെ സീൻ എന്താണെന്ന് വെച്ചാൽ നമ്മളില്ലേ ഇറങ്ങുമ്പോൾ തിരിച്ച് അതേപോലെ തന്നെ ഡോർ അടക്കണം. ഇല്ലെങ്കിൽ ആ ലിഫ്റ്റ് പിന്നെ മേളിലേക്ക് താഴേക്ക് പോവില്ല. ഞങ്ങൾ ഇന്റർവ്യൂ കഴിഞ്ഞ് പോകാൻ നേരം ആരോ താഴ്ത്തുനിന്ന് ഇതേപോലെ തുറന്നിട്ട്, എന്നിട്ട് നമുക്ക് പോകാൻ പറ്റില്ല, ലിഫ്റ്റ് കിട്ടില്ല. പിന്നെ 5ാം നിലയിൽ നിന്ന് താഴെ ഇറങ്ങി നടന്നാ പോയത്, സ്റ്റെപ്പ് പോയി. ആ ഇന്റർവ്യൂ കഴിഞ്ഞ് എനിക്ക് കിട്ടിയില്ല, നമ്മൾ കൂട്ടാൻ കിട്ടി. അപ്പോൾ അവന് ഇപ്പൊ മെഡിക്കൽ എടുക്കാൻ വേണ്ടി പോവാണ്. അത് വലിയൊരു ഓഫീസ്. അങ്ങനെ അവിടേക്കും ഓല പിടിച്ച് ബുക്ക് ചെയ്ത് അങ്ങനെ പോയി. അങ്ങനെ മെഡിക്കലൊക്കെ കഴിഞ്ഞ് നമ്മൾ തിരിച്ച് റൂമിലേക്ക് പോവാണ്. അപ്പോഴത്തേക്കും നല്ല മഴയൊക്കെ ആയിരുന്നിട്ടാണ്. മഴയൊക്കെ പെയ്ത് ഭയങ്കര ശോകമായിരുന്നു. അങ്ങനെ മെട്രോ ഒക്കെ പിടിച്ച് അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അതായത് സ്ഥലത്തിയപ്പോൾ കണ്ട അന്തേരിയാണ് ഈ സ്ഥലം. ഇവിടെ നോക്കി മെയിൻ സിറ്റിയൊക്കെയാണ് ഇവിടുത്തെ. ഈ നമ്മളൊരു മെയിൻ നാട്ടിലെ പ്രശ്നമാണ്, അതായത് സിറ്റികളുടെ പ്രശ്നമാണ്. മുംബൈ, ചെന്നൈ, ബാംഗ്ലൂർ, ഇതൊക്കെയുള്ള മെയിൻ സിറ്റീസ്. അവിടെയൊക്കെയുള്ള പ്രശ്നമാണ് വാട്ടർ മാനേജ്മെന്റ് ഭയങ്കര മോശമാണ്. ഇവിടത്തേക്ക് നോക്കിയേ, എന്തൊരു ശോകം വെള്ളമാണ്. അങ്ങനെ എങ്ങനെയാണ്ടൊക്കെ ആ വെള്ളത്തിൽ തൊടാണ്ട് എങ്ങനെയാണ്ടൊക്കെ നടന്ന് അങ്ങനെ പോയി റൂമിൽ കയറി.